കുൽഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അര പാക്കറ്റ് നല്ല തിക്ക് മിൽക്ക്, ക്രീമുള്ള നല്ല തിക്ക് മിൽക്കാണ്. അത് ഉണ്ടാക്കാൻ ആ ക്രീമിന് ഈ പാലിനെ ഒന്ന് കാച്ചിയിട്ടൊന്ന് കുറുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു അര ലിറ്റർ പാല് വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങ കൂടി മുറിക്കണം. ഇതുണ്ടാക്കാൻ പോണത് മാംഗോ കുൽഫി. അപ്പോൾ ഞാനിനി മാങ്ങ കൂടി മുറിച്ചിട്ട് വെക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടി ഇതങ്ങനെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള കേസരി മാങ്ങയാണ്. കേസാർ എന്നെന്താ പറയണേ. അപ്പോൾ ഞാനിതിനെ ഇനി തൊലിയൊക്കെ ചെത്തി മുറിച്ച് വെക്കട്ടെ. പാല് കാച്ചി ഒന്ന് കുറുകുന്നത്. ഈ പാലൊക്കെ ഇപ്പോൾ നന്നായി കുറുകി ഞാൻ പകുതിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ മാങ്ങ മുറിച്ചു ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിനെ സ്മാഷ് ചെയ്യുകയാണ്. അപ്പോൾ അതപ്പോൾ മാങ്ങയൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായി കുറുകി വരട്ടെ. അങ്ങനെ വെന്തുടയൊന്നും വേണ്ട. പക്ഷേ ആ പഞ്ചസാരയൊക്കെ അലിയുമ്പോൾ ഈ മാങ്ങി നന്നായി ഒന്ന് വെന്ത് വരും. അപ്പോൾ അതൊന്ന് ഇളക്കി നോക്കാം. നന്നായി ഒന്ന് തിളച്ച് വരണം. അത് മാങ്ങയൊക്കെ നന്നായി വെന്തു, പഞ്ചസാരയൊക്കെ അലിഞ്ഞു. ഞാനിതൊന്ന് ഓഫ് ചെയ്യാൻ പോകണേ. ഇനി ഇത് രണ്ടും ഒന്ന് തണുക്കണം. ഈ പാലും മാങ്ങയും കൂടെ ഒന്ന് തണുക്കണം. ഇപ്പോൾ എൻ്റെ മാങ്ങ പാല് വറ്റിച്ചതും തണുത്തു. ഇനി ഇതിനെ രണ്ടിനും ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ പാലിലേക്ക് ഒഴിക്കുകയാണ്. പാല് നല്ല ക്രീമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ മാങ്ങ അങ്ങനെ ഒന്ന് ക്രഷ് ആവാനേ പാടുള്ളൂ. ഞാൻ ഒരുപാട് അരയ്ക്കുന്നില്ല കേട്ടോ. ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഇതാ മാങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വന്നു. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇടുക. ഇതെന്താ അറിയോ, കുറച്ച് വാൾനട്ട്സും കുറച്ച് ബദാമും കൂടെ പൊടിക്കുകയല്ല, കുറച്ച് ക്രഷ് ചെയ്തു. ഇനി അതിലേക്ക് ഇതിൽ നിന്ന് ഇട്ടിട്ട് ഞാനിതിനെ ഒന്ന് സ്പൂണുകൊണ്ട് ഇളക്കിയിട്ട് ഇതിനെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് എല്ലാക്കി. ഇതാണ് എൻ്റെ കുൽഫി മൗൾഡ്. ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോവാണ്. ഇപ്പോൾ ഞാനിതെല്ലാം ഇതാണ്ടോ ഈ കുൽഫി മൗൾഡിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും മൂടിയിട്ടിട്ട് ഇങ്ങനെ തന്നെ വയ്ക്കാൻ പോവാണ്. ഇതിൽ ഒന്നിന് മാത്രം എനിക്ക് തികഞ്ഞില്ല. ഇപ്പം ഞാനിതൊരു 1/2 ലിറ്റർ പാലിന് വറ്റിച്ചിട്ടാണ് ചെയ്തിരിക്കണേ. അപ്പോൾ ഞാനിതിനെ എല്ലാം നന്നായി മൂടി വെച്ചു. ഇനി ഇതിനെ ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ട് മൗൾഡ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഞാനിതെടുത്ത് പുറത്ത് വെച്ചു. ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞ് കാലത്തെടുത്ത് പുറത്ത് വെച്ചു. ഇത് പെട്ടെന്ന് അങ്ങനെ മോൾഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനൊരു കുറച്ച് സമയം കൂടി 5 മിനിറ്റ് അത് പുറത്തെടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ടേൺ ചെയ്തെടുത്തപ്പോൾ ഓരോന്നായിട്ട് എല്ലാം കൂടി ഇങ്ങനെ ക്രീമി ആയിട്ട് വന്നു. അത് പക്ഷേ ഇത് കഴിക്കാൻ നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിലത്തെ 3-4 പോയി കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ക്രീമിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൗൾഡ് ഇല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഒരു സ്റ്റിക്ക് വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് ട്രൈ ചെയ്യുക. അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം.